ഹലോ, ഇന്ന് നമുക്കൊരു മാമോദീസ ഉണ്ടായിരുന്നു കേട്ടോ. മാമോദീസ എന്ന് പറയുമ്പം ഞങ്ങളുടെ ഒരു കസിൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നേ. മമ്മിയുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളാണ് ഡെയ്സി ആൻറ്റി. ഡെയ്സി ആൻറ്റിയുടെ മോൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നേ. ആയൂർ പള്ളി വെച്ചിട്ടാട്ടോ ഫങ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. 12 മണിക്കാണ് ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. അപ്പം ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ ആയൂരേക്ക്. അപ്പം നമ്മളതുകൊണ്ട് 11:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. ചെന്നപ്പോഴേക്കും കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്നാക്സും ജ്യൂസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പുവിന് പിന്നെ അപ്പുവിൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 12 മണി ആയപ്പോഴേക്കും അച്ഛൻ വന്ന് ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1 മണിക്കൂറോളം ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് റിസപ്ഷൻ പള്ളിയുടെ തന്നെ ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോയി. അപ്പം ഇതാട്ടോ ചേച്ചിയും അച്ചാച്ചനും ഒക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു വീഡിയോയും കൂടെയൊക്കെ എടുത്ത് നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.